അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിധി അയാളെ അസ്തമിക്കാൻ കാത്തു നിൽക്കുമ്പോഴും വേട്ടയാടുകയാണ്. ഒടുവിൽ വീണു പോകുന്നു. വിമർശകരുടെ മുന്നിൽ അമ്പെ പരാജയമാകുന്നു. വെല്ലുവിളികൾ ഉയർത്തുന്നതും സ്വീകരിക്കുന്നതും അയാളുടെ ശീലമാണ്. അത്തരം കഥകളിലെല്ലാം നായകനും എതിരാളികളുടെ വില്ലനുമായ വേഷങ്ങൾ ഏറെ അണിഞ്ഞതും അയാൾ തന്നെ. ചരിത്രത്തിലെ താളുകൾക്ക് തീപിടിപ്പിച്ച ഓർമ്മകൾ തന്നെയാണ് ഇന്നും ഏതൊരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകനെയും അയാളുടെ നിലയ്ക്കാത്ത കളിയരങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൽ നാസർ ജേഴ്സിയിലും സമാനമായ നിമിഷം പുനഃസൃഷ്ടിക്കുമെന്ന് വിമർശകർ പോലും കാത്തിരുന്നത്. ഒരു വശത്ത് അയാളെ വാക്കുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും പരിഹസിക്കുമ്പോഴും ഹേറ്റേഴ്സ്, നിങ്ങളിൽ ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകനുണ്ടെങ്കിൽ അയാളുടെ അത്തരം തിരിച്ചുവരവുകൾ കാണുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാച്ചും കാണുവാൻ നിങ്ങൾ കാത്തിരുന്നത്. കാരണം അത്തരം റിവഞ്ച് സ്റ്റോറികൾ ഉത്ഭവിക്കുന്നതും സംഭവിക്കുന്നതും അയാളുടെ മാത്രമാണെന്ന ബോധം നിങ്ങളുടെ തലച്ചോറിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും നിങ്ങൾ സമ്മതിച്ചു തരേണ്ടി വരും. എന്നാൽ പക്ഷേ മറ്റൊരു യുവൻ്റസ് ഓർമ്മകൾക്ക് കാത്തിരുന്നവർക്ക് മുന്നിൽ അൽ നാസർ അമ്പെ പരാജയപ്പെടുന്നു. 4-4 എന്ന അഗ്രിഗേറ്റ് സ്കോറിന് ശേഷം പെനാൽറ്റിയിൽ അതിശോകമായി ആ കഥയുടെ ക്ലൈമാക്സ് എഴുതപ്പെടുന്നു. നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അതികായകൻ വില്ലനായി മാറുകയാണ്. എതിർ ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിച്ചെത്തിയ പന്തിൽ ടാപ്പിൻ മിസ്സാക്കുന്ന ചിത്രം പലരും ഉയർത്തിപ്പിടിക്കുന്നു. അയാൾക്കെതിരെ ട്രോളുകൾ തയ്യാറാക്കുന്നു. തോൽവിയുടെ ഭാരം മുഴുവൻ അയാൾക്ക് മേൽ ചുമത്തപ്പെടുന്നു. അതെ, നിർണായക നിമിഷങ്ങളെ നിർഭയം അതിജീവിച്ചിരുന്ന റൊണോ യുഗത്തിന് അസ്തമയമായിരിക്കുന്നു. പക്ഷേ മറുവശത്ത് നിർഭാഗ്യം അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുവെന്ന് കൂടി പറഞ്ഞു വെക്കണം. കാരണം 39-ാം വയസ്സിലും അയാളുടെ കാലുകളിലെ വേട്ട അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റൊണോ ആരാധകർക്ക് പോലും അയാളുടെ പെർഫോമൻസിനെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. നിരവധി അവസരങ്ങൾ റൊണോ പാഴാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ആ ടാപ്പിംഗ് മിസ്സും. പല പണ്ഡിതന്മാരും അയാളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മിസ്സായി അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതേ ചരിത്രത്തെ വെട്ടിപ്പിടിച്ച ഗോളുകളെ അംഗീകരിക്കപ്പെടാറില്ല. അൽ നാസറിൻ്റെ ചാമ്പ്യൻസ് ലീഗ് മോഹമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. റൊണാൾഡോ എന്ന നായകൻ പരാജയമാകുന്നു. അയാളുടെ പെർഫോമൻസുകൾ അവരുടെ കിരീട നേട്ടത്തെ തട്ടിത്തെറിപ്പിക്കുന്നു. അയാൾ കാരണം ആരാധകരുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെടുന്നു. അങ്ങനെയെല്ലാം യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴും അയാളുടെ ശ്രമങ്ങളും മെൻറ്റാലിറ്റിയും എല്ലാം മറുവശത്ത് വെറുതെ പാഴായി പോകുന്നുണ്ട്. ഇത്രയും നല്ല സ്കോഡ് ഉണ്ടായിരുന്നിട്ട് പോലും കിരീടം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട്, ഇതുവരെ അൽ നാസർ നിങ്ങൾക്കൊരു നല്ല ടീമായിരുന്നില്ല. റൊണാൾഡോ എന്ന മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച ഇമ്പാക്റ്റുകൾ വെറും കെട്ടുകഥകളായിരുന്നു. എന്നാൽ ഇന്ന് ആ കളി കണ്ട് നിങ്ങൾ അതിലെ പോരായ്മകൾ നിരത്തുന്നു. ഒടുക്കം അയാളൊരു ശാപമാണെന്ന് വിധിക്കപ്പെടുന്നു. അവിടെയൊന്നും ടീമിലെ മറ്റു പോരായ്മകൾ ഉയർത്തി കാണിക്കുന്നില്ല. വിജയിക്കുമ്പോൾ ടീം പെർഫോമൻസ് ആണെന്നും തോൽക്കുമ്പോൾ കാരണം റൊണാൾഡോയാണെന്നും പറയുന്ന പണ്ടു മുതൽക്കേയുള്ള രീതി ഇന്നും തുടരുകയാണ്. വെറും ബ്ലൈൻഡഡ് ഫാൻസ് ആയതുകൊണ്ട് മാത്രം അയാളുടെ ഹേറ്റേഴ്സായി മാറിയ നിങ്ങളോട് ബഹുമാനമുണ്ട്. കാരണം ഒരു വെല്ലുവിളി ഉണ്ടായപ്പോൾ നിങ്ങൾ ഉറക്കം കളഞ്ഞ് ആ മത്സരം കാണുവാൻ തയ്യാറെടുത്തു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കാരണം അവിടെയുള്ളത് റൊണാൾഡോയാണ്. അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററികളെല്ലാം പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ വിധി അവിടെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അയാൾ ഈ ഫുട്ബോളിലെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നില്ല. അർഹതപ്പെട്ട പുരസ്കാരങ്ങളും അയാളിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട നിമിഷങ്ങളും അയാൾക്ക് വേണ്ടി സദാ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ ലോകത്തിന് തോൽക്കുവാനും തോൽവിയിൽ നിന്നും വിജയിക്കുവാനും പഠിപ്പിച്ച മനുഷ്യനാണ്. സോ he is still hero of the world. He is the bully of the big boys, fearful of no one, better than almost everyone.